ബ്രഹ്മോസ് മിസൈൽ ആധുനിക ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാങ്കേതിക നേട്ടങ്ങളിലൊന്നാണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ സഹകരണത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ മിസൈൽ സംവിധാനം വേഗത, കൃത്യത, വിന്യാസ സൗകര്യം എന്നിവയിൽ ലോകത്തിലെ തന്നെ മുൻനിര ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മപുത്രയും മോസ്കോ നദിയും ചേർന്നാണ് ബ്രഹ്മോസ് എന്ന പേര് രൂപപ്പെട്ടത്. ഇതുതന്നെ ഈ സംയുക്ത സംരംഭത്തിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും റഷ്യയിലെ NPOയും ചേർന്നാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ശുദ്ധമായ സൈനിക ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയുടെയും ആഗോള പ്രതിരോധ രംഗത്തെ ഉയർന്ന സ്ഥാനത്തിന്റെയും പ്രതീകമായി ബ്രഹ്മോസ് മാറിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈൽ സൂപ്പർസോണിക് വേഗതയിൽ പറക്കുന്ന ഒരു ക്രൂയിസ് മിസൈലാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ സബ്സോണിക് മിസൈലുകളെ അപേക്ഷിച്ച് പല മടങ്ങ് വേഗതയുള്ളതിനാൽ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. ശബ്ദവേഗതയേക്കാൾ പല മടങ്ങ് വേഗത്തിൽ താഴ്ന്ന ഉയരത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതുവഴി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു കയറാൻ സാധിക്കുന്നു. കൃത്യമായ നാവിഗേഷൻ സംവിധാനങ്ങളും ആധുനിക മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ചേർന്നതോടെ ലക്ഷ്യത്തെ വളരെ കുറഞ്ഞ വ്യത്യാസത്തിൽ തന്നെ തകർക്കാൻ ബ്രഹ്മോസിന് കഴിയും. ഈ ഉയർന്ന കൃത്യതയാണ് അതിനെ പ്രസിഷൻ സ്ട്രൈക്ക് വെപ്പൺ എന്ന നിലയിൽ ലോകം അംഗീകരിക്കാൻ കാരണമായത്. ബ്രഹ്മോസ് മിസൈലിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ ബഹുമുഖ വിന്യാസശേഷിയാണ്. കരയിൽ നിന്ന്, കടലിൽ നിന്ന്, വായുവിൽ നിന്ന് എന്നിങ്ങനെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ സേനയുടെ 3 ഘടകങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മിസൈൽ സംവിധാനമെന്ന നിലയിൽ ബ്രഹ്മോസ് അപൂർവമാണ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് പതിപ്പ് സമുദ്രത്തിലെ ശത്രു കപ്പലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധവും ആക്രമണശേഷിയും നൽകുന്നു. കരസേന ഉപയോഗിക്കുന്ന മൊബൈൽ ലോഞ്ചറുകൾ വഴിയുള്ള ബ്രഹ്മോസ് പതിപ്പ് അതിവേഗത്തിൽ ഒരു പ്രദേശത്ത് വിന്യസിക്കാനും ആവശ്യാനുസരണം സ്ഥാനം മാറ്റം നടത്താനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തത്. വ്യോമസേനയ്ക്കായി രൂപപ്പെടുത്തിയ എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് പതിപ്പ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ പോലും സുരക്ഷിത അകലത്തിൽ നിന്ന് ആക്രമിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ബ്രഹ്മോസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇത് ശുദ്ധമായ പ്രതിരോധ ആയുധമാക്കി മാത്രമല്ല, ശക്തമായ തടയൽ ശേഷി സൃഷ്ടിക്കുന്ന ഒരു തന്ത്രായുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു രാജ്യത്തിന് ഇത്തരത്തിലുള്ള അതിവേഗവും കൃത്യതയുമുള്ള മിസൈൽ സംവിധാനം ഉണ്ടെന്നറിയുന്നത് തന്നെ എതിരാളികളെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ ബ്രഹ്മോസ് ഇന്ത്യയുടെ ഡിറ്ററൻസ് നയത്തിന്റെ പ്രധാന ഭാഗമാണ്. സമാധാനം നിലനിർത്താൻ ശക്തമായ പ്രതിരോധം ആവശ്യമാണെന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമായി ബ്രഹ്മോസ് മാറുന്നു. യുദ്ധം ഒഴിവാക്കാൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന ആശയം ഇതിലൂടെ വ്യക്തമായി പ്രകടമാകുന്നു. ബ്രഹ്മോസ് മിസൈൽ പദ്ധതി ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിനും വലിയ ഉണർവാണ് നൽകിയത്. ഈ മിസൈലിന്റെ വികസനവും ഉൽപ്പാദനവും ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ നടക്കുന്നതിനാൽ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനവും തൊഴിൽ അവസരങ്ങളും ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് ശക്തമായ ഉദാഹരണമായി ബ്രഹ്മോസ് മാറിയിട്ടുണ്ട്. വിദേശ ആശ്രിതത്വം കുറച്ച് സ്വന്തം സാങ്കേതിക വിദ്യയിൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ എത്രത്തോളം വിജയകരമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ പുതിയൊരു അധ്യായം തുറക്കുന്നു. ഇന്ത്യയെ ഒരു പ്രതിരോധ ഉപകരണ നിർമ്മാതാവെന്ന നിലയിൽ ലോകവേദിയിൽ കൂടുതൽ അംഗീകരിക്കപ്പെടാൻ ഇത് സഹായിക്കും. ബ്രഹ്മോസ് മിസൈലിന്റെ വികസന ചരിത്രം തന്നെ ഇന്ത്യയുടെ ശാസ്ത്രീയ സമൂഹത്തിന്റെ സ്ഥിരതയും ദീർഘദർശനവും വ്യക്തമാക്കുന്നതാണ്. അനവധി പരീക്ഷണങ്ങൾ, സാങ്കേതിക വെല്ലുവിളികൾ, രൂപകൽപ്പനയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെ കടന്നുപോയാണ് ഇന്നത്തെ അത്യാധുനിക ബ്രഹ്മോസ് രൂപം കൊണ്ടത്. ഓരോ പരീക്ഷണ വിജയവും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പ്രവർത്തനക്ഷമമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി ബ്രഹ്മോസ് മാറിയത് യാദൃശ്ചികമല്ല, മറിച്ച് ദശാബ്ദങ്ങളോയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും സൈനിക വിദഗ്ധരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ സാധ്യമായ ഒരു ദേശീയ നേട്ടമാണ് ഇത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ബ്രഹ്മോസ് മിസൈൽ പദ്ധതി കൂടുതൽ വികസന സാധ്യതകൾ തുറക്കുന്നു. വേഗത വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ, കൂടുതൽ ദൂരപരിധിയുള്ള രൂപങ്ങൾ, പുതിയ സാങ്കേതിക അപ്ഗ്രേഡുകൾ എന്നിവയിലൂടെ ഇത് തുടർച്ചയായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക പുരോഗതിക്കൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ ആവശ്യങ്ങൾക്കും ആഗോള പ്രതിരോധ പരിസരത്തിലെ മാറ്റങ്ങൾക്കും അനുസരിച്ച് ബ്രഹ്മോസ് പുതുക്കപ്പെടുന്നു. ഇതുവഴി അത് ഒരു സ്ഥിരമായ ആയുധമല്ല, മറിച്ച് കാലത്തിനൊപ്പം വളരുന്ന ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോമായി മാറുന്നു. പിനാക്ക മിസൈൽ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്.
ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ആഭ്യന്തര സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ശക്തമായ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് പിനാക്ക. വിദേശാശ്രിതത്വം കുറച്ച് സ്വന്തം ശാസ്ത്രീയ കഴിവുകൾ ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ രൂപപ്പെടുത്തണമെന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യത്തിന്റെ വിജയകരമായ ഫലമായി പിനാക്ക മാറി. അതിവേഗം വലിയ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിവുള്ള ഈ സംവിധാനം ഭൂമിയിൽ ഇന്ത്യക്ക് നിർണായകമായ മുൻതൂക്കം നൽകുന്നു. പിനാക്ക മിസൈൽ സംവിധാനം രൂപം കൊണ്ടത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ ഭൗഗോളിക സാഹചര്യങ്ങളും സുരക്ഷാ വെല്ലുവിളികളും കണക്കിലെടുത്താണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. പരമ്പരാഗത ബീരങ്കി സംവിധാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ തോതിൽ ആക്രമണം നടത്താൻ കഴിയുന്ന സംവിധാനമായതിനാൽ പിനാക്ക യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ശക്തമായ ആക്രമണം നടത്താൻ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനും അവരുടെ പ്രതിരോധ നിരകൾ തകർക്കാനും ഇത് സഹായിക്കുന്നു. പിനാക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വ്യാപ്തിയും തീവ്രതയുമാണ്. ഒരേ സമയം നിരവധി റോക്കറ്റുകൾ വിക്ഷേപിച്ച് ശത്രുവിൻ്റെ വലിയൊരു പ്രദേശം മൂടിക്കെട്ടുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുവഴി ശത്രുവിൻ്റെ സൈനിക ക്യാമ്പുകൾ, ആയുധ ശേഖരണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവയെ ഫലപ്രദമായി ദുർബലപ്പെടുത്താൻ കഴിയും. കൃത്യമായ ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ വലിയ പ്രദേശത്ത് വ്യാപകമായ ആഘാതം സൃഷ്ടിക്കുന്ന ശേഷി പിനാക്കയെ ആധുനിക യുദ്ധത്തിലെ ഒരു പ്രധാന ആയുധമാക്കുന്നു. ഇത് ശുദ്ധമായ കൃത്യതയേക്കാൾ ശക്തമായ വിസ്തൃതിയിലുള്ള ആക്രമണമാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതിൻ്റെ സ്വഭാവം. ഇന്ത്യൻ സൈന്യത്തിന് പിനാക്ക നൽകുന്ന പ്രധാന നേട്ടങ്ങളിലൊന്ന് അതിൻ്റെ അതിവേഗ വിന്യാസശേഷിയാണ്. മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ആവശ്യാനുസരണം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പിനാക്ക യൂണിറ്റുകൾ വേഗത്തിൽ മാറ്റാൻ കഴിയും. ഇതുവഴി ശത്രുവിന് പിനാക്കയുടെ സ്ഥാനം കണ്ടെത്തി പ്രതിരോധ നടപടി സ്വീകരിക്കാൻ മുൻപേ തന്നെ ആക്രമണം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന തന്ത്രം വിജയകരമായി നടപ്പിലാക്കാൻ പിനാക്ക സാധിക്കുന്നു. അതായത് ആക്രമണം നടത്തിയ ഉടൻ തന്നെ സ്ഥാനം മാറ്റി സുരക്ഷിതമായ മേഖലയിലേക്ക് നീങ്ങാൻ കഴിയും. ഇതൊക്കെയാണ് പിനാക്ക മിസൈലിനെ പറ്റി പറയാനുള്ളത്.